അടിപൊളി ബോഡി ലാംഗ്വേജ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ ചെറിയ ചെറിയ ടിപ്സുകളാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാവാൻ നമുക്ക് പറ്റിയില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പലരെയും പോലെ ആവാൻ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ നമുക്ക് അതിന് പറ്റുന്നില്ല, അല്ലെ? കോൺഫിഡൻസ് കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആരുടെയും ശ്രദ്ധ നമ്മളിലേക്ക് വരുന്നില്ല. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഇന്റർവ്യൂവിലൊന്നും സെലക്ഷൻ കിട്ടുന്നില്ല. എന്താണ് കാരണം? ഇതെല്ലാം നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ചിലപ്പോഴില്ല, കാരണം എല്ലാവർക്കും കോൺഫിഡൻസ് കിട്ടണമെന്നില്ല. ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ഈ പറഞ്ഞ എല്ലാ ഡ്രോബാക്സിനെയും മറികടക്കാൻ നമുക്ക് പറ്റും. അതിനായി ചെറുതായിട്ട് നമുക്കൊന്ന് പ്രിറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചെറിയ പ്രിറ്റൻഷൻ വലിയ നേട്ടങ്ങളെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കൊണ്ടുതരുന്നത്. ഈ ഒരു പ്രിറ്റൻഷൻ വലിയൊരു വിജയതന്ത്രം കൂടിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 ടിപ്സാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്തവർ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിനൊരു ടേം ഉണ്ട്, എന്താണെന്നറിയോ? ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. അതായത് പ്രിറ്റൻഡ് ചെയ്യുക. നേടിയെടുക്കുന്നവരെ നമ്മുടെ പേഴ്സണാലിറ്റി ഒന്ന് മാറ്റിപ്പിടിക്കുക, ഒന്ന് പ്രിറ്റൻഡ് ചെയ്യുക. അതിനുവേണ്ടി 3 കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഫസ്റ്റ്, റേസ് യുവർ ഷോൾഡർ. നമ്പർ 2, കീപ് എ സ്ട്രോങ് ഐ കോൺടാക്ട്. നമ്പർ 3, മെയിൻറ്റെയിൻ ആൻ അൺബ്രേക്കബിൾ ബോഡി ലാംഗ്വേജ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇല്ലാത്തതാണെങ്കിലും പ്രിറ്റൻഡ് ചെയ്യും. കുറച്ച് മാസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്ത് നോക്കൂ. ഓട്ടോമാറ്റിക്കലി ശ്രദ്ധ നിങ്ങളിലേക്ക് വരാത്ത ആളുകളുടെ ശ്രദ്ധ പോലും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ നിങ്ങൾ ഫെയിലിയർ ആവാറുണ്ടോ? സെലക്ഷൻ കിട്ടാത്ത ആളുകളാണോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു ട്രൈ ചെയ്തതിലൂടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ സെലക്ഷൻസ് കിട്ടുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും, ഈ ചെറിയ ചെറിയ ടിപ്സുകളായിരിക്കും വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഇല്ലാത്ത കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കോൺഫിഡൻസ് ലെവലും ഈ ബോഡി ലാംഗ്വേജും നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. എൻ്റെ പരിചയത്തിലൊരു പയ്യനുണ്ട്. അവൻ വളരെ ഫീമെയിൽ ഹോർമോൺസുകൾ കൂടിയ ഒരു പയ്യനായിരുന്നു. അവൻ കൂടുതലായിട്ടും ഈ സ്ത്രൈണതായിരുന്നു അവൻ്റെ ക്യാരക്ടറിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. അവൻ്റെ ക്യാരക്ടറിൽ ഈ സ്ത്രൈണത കൂടുതലായ കാരണം എല്ലാവരും കളിയാക്കാൻ തുടങ്ങി അവനെ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ അത് ഭയങ്കര ഓഡ് ഫീലിംഗ് ആയിരുന്നു അവൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കാണുമ്പോൾ. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇവന് ഉള്ളിൽ തന്നെ സ്വയം ഇവന് മാറണം എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. ഇവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ അവൻ ചെയ്ത കാര്യം, അവൻ ആക്ട് ചെയ്യാൻ തുടങ്ങി. അവൻ ഫേക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അവൻ ഓരോ കാര്യങ്ങളും സംസാരത്തിലാണെങ്കിലും ബോഡി ലാംഗ്വേജിലാണെങ്കിലും അവൻ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അങ്ങനെ അവൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. ഒരു പുരുഷത്വം എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ അവനെല്ലാം ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഇന്ന് അവൻ നല്ലൊരു കമ്പനിയുടെ ഒരു ടോപ്പ് മാനേജ്മെന്റ് പൊസിഷനിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്.